സത്യത്തിൽ ഇത്തരമൊരു ചടങ്ങിൽ ഒരു സംസാരത്തിൻ്റെ അനിവാര്യതയില്ല. എന്നിരുന്നാലും പ്രിയപ്പെട്ട ഇർഷാദ് ബാവ കുറേ മുമ്പ് തന്നെ വിളിച്ചിരുന്നു. കഴിഞ്ഞ വർഷം നമ്മൾ പങ്കെടുത്തതാണ്. അപ്പോൾ ഞാൻ സ്ഥലത്തുണ്ടാവില്ല എന്നാണ് അന്ന് അറിയിച്ചത്. ഏതായാലും ഉണ്ട് എന്നറിഞ്ഞപ്പോൾ വരണമെന്ന് നിർബന്ധം പിടിച്ചിട്ടാണ് ഒരു 2-3 വാക്ക് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഞാനിവിടെ ഓരോ ആളുകളും ഹിഫ്ള് പൂർത്തിയാക്കിയ ഓരോ ഹാഫിളുകളും അത് പൂർത്തിയാക്കി 10 വയസ്സ് മുതൽ 60-ലപ്പുറം വയസ്സുള്ള ആളുകൾ വരെ ഇത് പൂർത്തിയാക്കുമ്പോൾ അവരെ ആദരിക്കാൻ വരുന്നത് അവരുടെ ഒന്നുകിൽ ഭർത്താവ് അല്ലെങ്കിൽ മക്കൾ, ഇങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ ഭാര്യ, ആരോ ആവട്ടെ. അവരൊക്കെ വരുമ്പോൾ ഇറങ്ങിപ്പോകുന്നത് ഞാനിങ്ങനെ ശ്രദ്ധിച്ചിരുന്നു. ഒബ്സർവേഷൻ വേണമല്ലോ. ശ്രദ്ധിക്കുമ്പോഴെല്ലാവരുടെ കണ്ണുകളും നിറയുന്നുണ്ട്. എല്ലാവരും സന്തോഷം കൊണ്ട് കണ്ണ് നിറക്കുകയാണ്. അത് ഖുർആൻ്റെ ഒരു മാസ്മരികതയാണ്. ഈ ലോകത്തിൽ എന്ത് നമ്മൾ പഠിച്ചാലും എല്ലാം മനുഷ്യനിർമ്മിതമാണ്. നമ്മൾ സ്കൂളിൽ പോയി പഠിച്ചാലും കോളേജിൽ പോയി പഠിച്ചാലും യൂണിവേഴ്സിറ്റികളിൽ നിന്ന് റിസർച്ച് കഴിഞ്ഞാലും എല്ലാം മനുഷ്യ നിർമ്മിത വാക്കുകളാണ്, മനുഷ്യൻ്റെ കണ്ടെത്തലുകളാണ്. അള്ളാഹു കൊടുത്ത ചെറിയ ശേഷി കൊണ്ട് അവർ ചിലതൊക്കെ പുറത്തേക്ക് വിടുന്നു എന്ന് മാത്രം. എന്നാൽ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ കലാമാണ്, അള്ളാഹുവിൻ്റെ വാക്കുകളാണ്. അതിൻ്റെ പ്രത്യേകത അതാണ്. അതിലേറ്റവും വലിയ പ്രത്യേകത നമുക്കൊക്കെ അറിയാം. ഈ ഖുർആൻ എന്ന് പറയുന്നത് സത്യത്തിൽ ഒരിക്കലും പേജുകൾ കാണാപ്പാടമാക്കലല്ല. ഇത് എഴുതപ്പെട്ടത് ശരിക്കും പേജുകളിലല്ല, അത് പിന്നീട് എഴുതപ്പെട്ടതാണ്. ഇതിനാദ്യമേ എഴുതപ്പെട്ടത് ഫി ലൗഹിം മഹ്ഫൂദ്, അങ്ങനത്തെ ഒരു പ്രത്യേകമാക്കപ്പെട്ട പലകയെന്നോ അല്ലെങ്കിൽ ആകാശത്തിൻ്റെ ഏതോ ഭാഗത്ത് നിൽക്കുന്ന എങ്ങനെ നമുക്ക് വർണ്ണിക്കാൻ പറ്റാത്ത ലൗൽ മഹ്ഫൂദിനെ ഞാൻ ജസ്റ്റ് ഇന്നൊന്ന് തഫ്സീർ എടുത്ത് നോക്കി. എന്താണ് അതിൻ്റെ വിശദീകരണം? അപ്പോൾ സത്യത്തിൽ ആർക്കും വിശദീകരിക്കാൻ പറ്റാത്ത ഒന്നിനെയാണ് ലഹുൽ മഹ്ഫൂദ് എന്ന് പറയുന്നത്. അവിടെയാണ് ആദ്യം ഇത് എഴുതപ്പെട്ടത്. എഴുതപ്പെട്ടിട്ട് കാലങ്ങൾ കുറേയായി. മനുഷ്യൻ ജനിക്കുന്നതിന് മുമ്പേ, പ്രപഞ്ചമുണ്ടാകുന്നതിന് മുമ്പേ എല്ലാം എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. ലഹുൽ മഹ്ഫൂദിൻ്റെ വിശദീകരണം നമ്മൾ എടുത്താൽ അങ്ങനെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ പേന കൊണ്ട് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടിപരത കൊണ്ട് എന്താണെന്ന് നമുക്കറിഞ്ഞുകൂടാ. ആ ഒരു അർത്ഥത്തിലാണ് ഇത് എഴുതി വെക്കപ്പെട്ടത്. സത്യത്തിൽ ഈ ലൗൽ മഹ്ഫൂദിൽ നിന്ന് ഇങ്ങനെ ഓരോ ഘട്ടങ്ങളായി ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ട ഓരോ സൂക്തങ്ങളാണ് ഇതൊക്കെയും, അല്ലാതെ ഒന്നിച്ചിറങ്ങിയതല്ല. ഖുർആൻ്റെ മുമ്പും ഇറങ്ങിയിട്ടുണ്ട്. ആ ഖുർആൻ്റെ മുമ്പിറങ്ങിയ സത്യവൽകൃത വാക്കുകളൊക്കെയും ഖുർആനിലുണ്ട്. അതിന് സബവസീന എന്നും മറ്റുള്ള രീതിയിലൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഖുർആൻ അതിൻ്റെ പൂർത്തീകരണത്തിൽ ഇറങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മനഃപ്പാടമാക്കിയത് കേവലം പേജുകളല്ല, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിൻ്റെ ടോട്ടൽ അള്ളാഹു ഉണ്ടാക്കിയിട്ടുള്ള ചരിത്രത്തെ കൂടിയാണ്. എന്തൊക്കെ ഈ പ്രപഞ്ചത്തിലുണ്ടാകണം, എന്തൊക്കെ അതിൽ അവസാനത്തിലുണ്ടാകണം, എങ്ങനെയൊക്കെ ഇനി മുന്നോട്ട് പോകണം, ആഖിറത്തിൽ എന്തൊക്കെ ഉണ്ടാകണം എന്നതിൻ്റെ ടോട്ടൽ. അതുകൊണ്ടാണ് ഖുർആൻ തുടങ്ങുമ്പോൾ തന്നെ ഫാത്തിഹ കഴിഞ്ഞാൽ അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ് എന്ന് പറയുന്നത്. സത്യത്തിൽ അറബി വ്യാകരണ പ്രകാരം അവിടെ ഉണ്ടാകേണ്ടത് ഹാദൽ ഖുർആൻ എന്നാണ്, ഈ ഖുർആൻ എന്നാണ് പ്രയോഗം വരേണ്ടത്. ഉലമാക്കൾ തഫ്സീറുകൾ എഴുതുന്നുണ്ട്. പക്ഷേ അള്ളാഹു പ്രയോഗിച്ചത് ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി എന്നാണ്. അപ്പോൾ ഖുർആൻ നമ്മൾ കയ്യിൽ എടുത്തുകൊണ്ട് പേജുകൾ വെച്ച് ഓതുമ്പോൾ ഹാദൽ ഖുർആൻ എന്ന് പറയുന്നതിന് പകരം ദാലിക്കൽ ഖുർആൻ, അറബി വ്യാകരണം അറിയുന്ന കുറച്ചെങ്കിലും അറിയുന്നവർക്കറിയാം, ദാലിക്ക എന്ന് പറഞ്ഞാൽ അടുത്തുള്ളതിനെക്കുറിച്ചല്ല പറയുക, എങ്ങോ ദൂരെയുള്ള ഒന്നിനെക്കുറിച്ചാണ് ദാലിക്ക എന്ന് പറയുക. അപ്പോൾ ദാലിക്കൽ ഖുർആൻ, അതാണ് ഖുർആൻ എന്ന് പറയുമ്പോൾ ആ അത് എന്നത് എവിടെയാണ് എഴുതി വെക്കപ്പെട്ടത്? അതാണ് ദാലിക്കൽ കിതാബ്, അല്ലാതെ ഒരിക്കലും മുമ്പിൽ എഴുതപ്പെട്ടതല്ല. അപ്പോൾ ലഖദ് നസറക്കുമുല്ലാഹു ബി ബദ്രിൻ വ അൻതും അതില്ല, ബദറിനെ ഞാൻ നിങ്ങൾക്ക് തന്നു. ലഖദ് നസറക്കുമുല്ലാഹു ബി ബദ്രിൻ എന്നാണ്. വിശുദ്ധ ഖുർആനിൽ അവിടെ വ്യാകരണ പ്രകാരം വരേണ്ടത് ഫീ ബദ്രിൻ എന്നാണ്. നമ്മൾ ഖുർആനെ തിരുത്താൻ പാടില്ല. പക്ഷേ വ്യാകരണ പ്രകാരം ബദ്രിൽ ഞാൻ നിങ്ങളെ സഹായിച്ചു എന്ന് വരണമെങ്കിൽ ഫീ ബദ്രിൻ എന്നാണ് ഉണ്ടാകേണ്ടത്. പക്ഷേ ബി ബദ്രിൻ എന്ന് പറഞ്ഞാൽ ബദ്ർ കൊണ്ട് ഞാൻ നിങ്ങളെ സഹായിച്ചു എന്നാണ്. അപ്പോൾ ബദ്ർ കൊണ്ട് എന്ന് പറഞ്ഞാൽ അതിനൊരർത്ഥമുണ്ട്, ഐ ആം ഗിവിങ് ദാറ്റ്, ഞാനാണ് ബദ്രിനെ തന്നത് എന്നതാണ്. ഞാനായിരുന്നു അത് തന്നത്, ഐ വാസ് ഗിവിങ്, ഞാനത് തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്ന് വെച്ചാൽ ഒരിക്കലും ബദ്ർ മനുഷ്യനിർമ്മിതമല്ല, അള്ളാഹു ആയത്തിറക്കാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ട ചില രംഗങ്ങളാണ്. കാരണം ലൗൽ മഹ്ഫൂദിൽ എഴുതപ്പെട്ടിട്ടുള്ള ലഖദ് നസറക്കുമുല്ലാഹു ബി ബദ്രിൻ വ അൻതും അതില്ല എന്ന് പറയുന്ന ആയത്തിറങ്ങണമെങ്കിൽ ഒരു ബദ്റിനെ സൃഷ്ടിക്കണമായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ പഠിച്ചിട്ടുള്ള മനഃപ്പാടമാക്കിയിട്ടുള്ള ഖുർആൻ ഒരിക്കലും പേജുകളല്ല,
അത് പ്രപഞ്ചാധിക്യം മുതൽ ആദ്യം മുതൽ അതിൻ്റെ അവസാനം വരെയും പിന്നീട് തുടർച്ചയുള്ള കലാന്തരങ്ങളിലൂടെ കടന്നു പോകുന്ന സ്വർഗത്തിലും നരകത്തിലുമുള്ള സംഭവങ്ങളിലൂടെയും അവസാനിക്കാതെ അനുസ്യൂതം പ്രവഹിക്കുന്ന ഒന്നിൻ്റെ പേരാണ് വിശുദ്ധ ഖുർആൻ എന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ വലുപ്പം അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ നമ്മളൊരു സൂറത്ത് യാസീൻ പഠിച്ചു, ആ സൂറത്ത് യാസീൻ ആകെ 2 പേജുണ്ടെങ്കിൽ 2.5 പേജുണ്ട് എന്നതല്ല വിശേഷം. അതിൽ പറഞ്ഞ ഓരോ സംഭവങ്ങളും, ഇപ്പോൾ സൂറത്തുൽ കഹ്ഫ് നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും ഓതുന്നു. അതിൽ കഹ്ഫുകാരുടെ കാര്യം പറയുന്നുണ്ട്. അത് കുറേ കാലങ്ങൾക്ക് മുമ്പേ സംഭവിച്ചതാണ്. അതിൽ ദുൽഖർനൈനിയുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ദുൽഖർനൈൻ എന്നോ സംഭവിച്ചു പോയ കാര്യങ്ങളാണ്. അതിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ സംഭവങ്ങൾ പറയുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ആളുകളുടെ സംഭവങ്ങൾ പറയുമ്പോൾ ഒക്കെ വ്യത്യസ്ത കാലങ്ങളാണ്, വ്യത്യസ്ത കാലാന്തരങ്ങളാണ്. അതിനെയാണ് നമ്മൾ ഹൃദ്യസ്ഥമാക്കിയിട്ടുള്ളത് എന്ന് ഹാഫിളുകളായ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. അള്ളാഹു ആ ഭാഗ്യം തന്നവർക്ക് കൂടുതൽ ഭാഗ്യം നൽകുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, സംസാരിക്കേണ്ട സന്ദർഭമല്ല, അതുകൊണ്ടാണ്. നമ്മൾ എന്തിനാണിത് പഠിക്കുന്നത്? വിശുദ്ധ ഖുർആനിൽ 3 പ്രയോഗങ്ങളാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയൊരു ആലിം അതിനെ 3 വാക്കുകളായിട്ട് പറയുന്നുണ്ട്. ഒന്ന് ടു നോ, മറ്റൊന്ന് ടു ലവ്, മറ്റൊന്ന് ടു വർഷിപ്പ്. ഇത് 3ഉമാണ് ഖുർആൻ. ടു നോ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അറിയാനുള്ളതാണ് ഖുർആൻ. ടു ലവ്, അള്ളാഹുവിനെ സ്നേഹിക്കാനുള്ളതാണ് ഖുർആൻ. ടു വർഷിപ്പ്, അള്ളാഹുവിനെ ആരാധിക്കാനുള്ളതാണ് ഖുർആൻ. അതിൽ ഏകദേശം 90% ആളുകളും അവസാനം പറയുന്നതേ ചെയ്യുന്നുള്ളൂ. ടു വർഷിപ്പ്, ആരാധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയിരിക്കുന്നു എന്നതാണ്. അപ്പോൾ ആരാധനയ്ക്ക് വേണ്ടി നമ്മൾ പള്ളിയിൽ പോകുന്നു, അതല്ലാതെയും ആരാധനയിലൂടെ നമ്മൾ കടന്നു പോകുന്നു. സത്യത്തിൽ ഏകദേശം വരുന്ന ഒരുപാട് ആളുകൾ വർഷിപ്പ് മാത്രമാണ്, ആരാധന മാത്രമാണ് നടത്തുന്നത്. എന്നാൽ അള്ളാഹുവിനെ അറിയാൻ ശ്രമിക്കുക എന്നത്, അള്ളാഹുവിനെ സ്നേഹിക്കാൻ ശ്രമിക്കുക എന്നത് അത്രമാത്രം നടക്കുന്നില്ല എന്നതാണ് ഖുർആനുമായി ബന്ധപ്പെട്ട് ഗ്രാഹ്യതയുള്ള പണ്ഡിതന്മാർ പറയുന്നത്. അപ്പോൾ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ, ഇപ്പോൾ ഇവിടെ ഹാഫിളുകളായ ആളുകൾ എത്രയോ തവണ ഫഅലമൂ എന്ന് ഓതിയിട്ടുണ്ടാവും. ഫഅലമൂ എന്ന് പറഞ്ഞിട്ട് അന്നല്ലാഹു ഹുവ തവ്വാബുർ റഹീം എന്നോ അല്ലെങ്കിൽ ഹുവൽ ഗഫൂറുർ റഹീം എന്നോ, ഫഅലമൂ നിങ്ങൾ അറിയുക, നിങ്ങൾ അറിയേണ്ടതുണ്ട് എന്നാണ്. അപ്പോൾ വിശുദ്ധ ഖുർആൻ അറിയാനുള്ളതാണ്, ഖുർആൻ അറിയാനുള്ളതല്ല. ഖുർആൻ്റെ വക്താവാരാണോ ആ അള്ളാഹുവിനെ അറിയാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഇല്ലാലി അഅ്ബുദൂൻ വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാലി അഅ്ബുദൂൻ എന്ന പ്രയോഗത്തിൽ അവിടെ അർത്ഥം നിങ്ങൾക്ക് കാണാം തഫ്സീറുകളിൽ. ഇല്ലാലി യഅരിഫൂൻ എന്നാണ്. അള്ളാഹു വിശുദ്ധ ഖുർആൻ പറയുന്നത് മനുഷ്യരെയും ജിന്നുകളെയും ഞാൻ സൃഷ്ടിച്ചത് ഇല്ലാലി യഅ്ബുദൂൻ എന്നാണ്. അവിടെ പ്രയോഗം ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് എന്നാണ്. പക്ഷെ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞിട്ട് പറയുന്നത് ഇല്ലാലി യഅരിഫൂൻ, അള്ളാഹുവിനെ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നവർ അള്ളാഹുവിനെ അറിയാൻ തുടങ്ങും. വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർ അള്ളാഹുവിനെ അറിയാൻ തുടങ്ങും. ആ അറിയൽ പിന്നെ സ്നേഹത്തിലേക്ക് കടക്കും. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു മുഅ്മിനീങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സ്നേഹമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. യുഹിബ്ബു എന്നുള്ള പ്രയോഗമാണ്, അഥവാ അശദ്ദു ഹുബ്ബല്ലില്ലാ, അതികഠിനമായി അവർ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്നാണ് വിശുദ്ധ ഖുർആനിൽ മുഅ്മിനീങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അശദ്ദു ഹുബ്ബല്ലില്ലാ, അതികഠിനമായി സ്നേഹിക്കുന്നു എന്നതാണ്. അപ്പോൾ ആ സ്നേഹം എന്താണെന്നറിയും. ആ സ്നേഹം, അപ്പോൾ അറിവും സ്നേഹവും കഴിഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൽ എന്ത് നടക്കുന്നത്, ഇബാദത്ത് എന്ന് പറയുന്നത് നടക്കേണ്ടത്. പക്ഷേ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർ ഇബാദത്ത് എങ്ങനെയെങ്കിലും കണ്ട് കഴിയാണ്. കാരണം അള്ളാഹുവിനെ അറിയുന്നില്ല. അറിയണമെങ്കിൽ തൗഹീദിൻ്റെ ലോകത്തിലേക്ക് നമ്മൾ കടക്കണം. വിശുദ്ധ ഖുർആൻ മുഴുവനും തൗഹീദാണ്. തൗഹീദല്ലാത്ത ഒരു കാര്യങ്ങളും അതിലുള്ള വിശദീകരണങ്ങളൊക്കെയും എല്ലാ കാര്യങ്ങൾ പറയുമ്പോഴും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ആ തൗഹീദിലേക്ക് നമ്മൾ കടക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലേക്ക് നമ്മൾ കടക്കണം. പ്രത്യക്ഷമായ സുന്നത്തിനേക്കാൾ അള്ളാഹുവിന് ഇഷ്ടം പരോക്ഷമായ സുന്നത്ത് തന്നെയാണ്. നമ്മൾ വേഷവിധാനങ്ങളെല്ലാം നല്ല രസകരമാക്കി, പക്ഷെ ഉള്ളിൽ അസൂയയും കെടുമ്പും മറ്റുള്ള കുനിഷ്ടുകളും ദേഷ്യവും അതോടൊപ്പം തന്നെ മറ്റുള്ള പ്രചരണങ്ങളും ചിലപ്പോൾ ഞാനാണ് അവനേക്കാൾ കേമനെന്ന തോന്നലുമൊക്കെയാണ് നമുക്ക് വലിയ നാശങ്ങൾ ഉണ്ടാക്കുക. ജുബ്ബയുടെ നീളം കൂടിയത് കൊണ്ടോ അല്ലെങ്കിൽ താടിയുടെ നീളം കൂടിയത് കൊണ്ടോ അല്ല അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും വലിയ ശക്തിയായി മാറുന്നത്. ആ സുന്നത്തുകളൊക്കെ നമ്മളിൽ വേണം, അത് നിർബന്ധമാണ്. പക്ഷേ അത് മാത്രമാണ് നമ്മുടെ പ്രക്രിയ എന്ന് നടപ്പിലാക്കരുത്. നമ്മുടെ ഉള്ളിൽ ഏറ്റവും ശക്തമായൊരു പ്രകടനം ഉണ്ടാവലാണ്. അങ്ങനെ നമ്മുടെ ഉള്ളു നേരെയാവലാണ് സത്യത്തിൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒന്നും കൂടി പറയാം, ടു നോ, ആദ്യത്തെ അവസ്ഥ അവനെ അറിയലാണ്. അറിയാൻ വേണ്ടിയിട്ടാണ് വിശുദ്ധ ഖുർആൻ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ 10 വയസ്സുകാരി പാവം അവൾ ഓതി. അതേപോലെ തന്നെ 65 66 വയസ്സുള്ള ആൾ അല്ലെങ്കിൽ അതിലേറെ വയസ്സുള്ള ആളുകൾ ഇവിടെ ഓതി. അപ്പോൾ പ്രായം ചെന്ന ആളുകൾ ഒരിക്കലും വിചാരിക്കേണ്ട നമുക്കിത് പഠിച്ചാൽ പഠിയില്ല. ഖദീജ ബി റളിയല്ലാഹു തആല ഖുർആൻ പഠിക്കാൻ തുടങ്ങിയത് തന്നെ
എത്രാമത്തെ വയസ്സിലാണെന്ന് നമുക്കറിയാമല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ 15 വയസ്സ് കൂടുതലാണ്. റസൂൽ വിവാഹം കഴിക്കുമ്പോൾ 25 വയസ്സ്, അന്ന് 40 വയസ്സ്. റസൂൽ നുബുവത്ത് കിട്ടുന്ന 40-ാമത്തെ വയസ്സ്, അന്ന് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വയസ്സ് 55-ാമത്തെ വയസ്സ്. അപ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ വിശുദ്ധ ഖുർആൻ പഠിക്കാൻ തുടങ്ങിയത് 55-ാമത്തെ വയസ്സിലാണ്, ചെറുപ്പത്തിലല്ല എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ആയിഷ റളിയല്ലാഹു തആല അൻഹ അത് പഠിക്കാൻ തുടങ്ങിയത് 10 വയസ്സിൻ്റെ മുമ്പേ ആയിരുന്നു. അതും കൂടിയാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു തആല 10 വയസ്സിൻ്റെ മുമ്പേ പഠിക്കാൻ തുടങ്ങി. ഖദീജ റളിയല്ലാഹു തആല 55 വയസ്സിന് ശേഷം പഠിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ചെറിയ കുട്ടികൾക്കും ഇത് അനിവാര്യമാണ്, പ്രായം ചെന്നവർക്കും ഇത് അനിവാര്യമാണ്. ഇവരൊക്കെയാണ് നമ്മുടെ മഹത്തുക്കൾ. അതേപോലെ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ഇതേപോലെ ചെറുപ്പത്തിലും തുടങ്ങി, വലുപ്പത്തിലും തുടങ്ങി. അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി, ഈ ലോകത്തോട് വഫാത്തായി 6 മാസം മാത്രമേ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല ജീവിച്ചിരുന്നിട്ടുള്ളൂ എന്നതുകൊണ്ട് നേരത്തെ പോവുകയും ചെയ്തു. എന്നാൽ ആയിഷ റളിയല്ലാഹു തആല ഏകദേശം 63 വയസ്സ് വരെ എന്നാണ് നമുക്ക് കാണാൻ പറ്റും. റസൂലുള്ളാഹിയുടെ അതേ ആയുസ് തന്നെ ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്ക് കിട്ടിയിരുന്നു. അതുകൊണ്ട് കുഞ്ഞുനാൾ മുതലേ 63 വയസ്സ് വരെ. എന്തിനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു തആല ചെറുപ്പത്തിലെ വിവാഹം കഴിച്ചത് എന്നതിൻ്റെ ഉത്തരം 3 തലമുറകൾ കഴിഞ്ഞാലാണ് ട്രാൻസ്ഫോർമേഷൻ നടക്കുക എന്നതാണ്. ഇതിനൊക്കെ വലിയ ചർച്ചകൾ US-ലും UK-ലൊക്കെ ഡിബേറ്റ്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു തലമുറ ഒരു കാര്യം ഏറ്റെടുക്കണമെങ്കിൽ 3 വട്ടം അത് സംകീർണം നടക്കണം, അതിൻ്റെ സൈക്ലിംഗ് നടക്കണം. അങ്ങനെ തൻ്റെ ചെറുപ്രായം മുതൽ 3 തലമുറയെ കണ്ട ആളാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേഴ്സണൽ ലൈഫിനെ ഈ ആളുകളിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ അള്ളാഹു നടപ്പിലാക്കിയിട്ടുള്ളൊരു പ്രത്യേകമായൊരു ധാരണയാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ എന്നും നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ ചെറിയവരായാലും വലിയവരായാലും വിശുദ്ധ ഖുർആനിലേക്ക് അടുക്കുക, തൗഹീദിലേക്ക് അടുക്കുക. അള്ളാഹുവാണ് നമ്മുടെ സൃഷ്ടാവെന്നും അള്ളാഹു മാത്രമാണ് നമ്മുടെ സൃഷ്ടാവെന്നും അവനിലേക്ക് മാത്രമേ നമ്മൾ തിരിയുകയുള്ളൂ എന്നും ഈ കാണുന്ന പ്രപഞ്ചമെല്ലാം നശിച്ച്, എല്ലാം അവസാനിച്ച്, എല്ലാ മലക്കുകളും എല്ലാ ജിന്നുകളും എല്ലാ മനുഷ്യരും ഇൻക്ലൂഡിങ് ഓൾ പ്രോഫറ്റ്സ്, എല്ലാ പ്രവാചകന്മാരും അടക്കം ആകെ ഇങ്ങനെ നോക്കി നിൽക്കുന്നൊരു രംഗമുണ്ട് വിശുദ്ധ ഖുർആനിൽ പറയുന്നത്. ആ സമയത്ത് അള്ളാഹു ചോദിക്കുന്നൊരു ചോദ്യം ലിമനിൽ മുൽക്കുൽ യൗം ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ എന്നാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ ഉടമസ്ഥനാരുണ്ട്? ഈ അള്ളാഹു അല്ലാതെ മറ്റാരുണ്ട് എന്ന് ചോദിക്കുന്ന സമയം മലക്കുകൾ പ്രകമ്പനം കൊള്ളും, എല്ലാ ജിന്നുകളും പ്രകമ്പനം കൊള്ളും, മനുഷ്യരും പ്രവാചകന്മാർ വരെ പേടിച്ച് വിറക്കുമെന്ന് വിശുദ്ധ ഖുർആൻ്റെ തഫ്സീറിൽ നമുക്ക് കാണാൻ പറ്റും. ആ അള്ളാഹുവിലേക്കാണ് നമ്മുടെ അടുപ്പം. അതുകൊണ്ട് വസ്തുക്കളിലേക്കോ വ്യക്തികളിലേക്കോ ശക്തികളിലേക്കോ അവസ്ഥകളിലേക്കോ അല്ല നമ്മൾ അടുക്കുന്നത്, കൃത്യമായും അള്ളാഹുവിലേക്ക് മാത്രമാണ്. നമ്മുടെ പ്രാർത്ഥനകൾ ആകാശങ്ങൾക്കും അപ്പുറത്തേക്കാണ്, അള്ളാഹുവിൻ്റെ സംവിധാനത്തിലേക്കാണ്. ഒരിക്കലും ഭൂമിക്ക് താഴെയല്ല നമ്മുടെ പ്രാർത്ഥനകൾ നടക്കുന്നത്. ഭൂമിയിലേക്ക് കൈകൾ പിടിച്ചുകൊണ്ടല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ആകാശത്തിൻ്റെ തമ്പുരാനോടാണ്, പ്രപഞ്ചത്തിൻ്റെ തമ്പുരാനോടാണ്. ഒരിക്കലും നമുക്ക് ഈ മണ്ണിൻ്റെ തിന്മകളല്ല വേണ്ടത്, നമുക്ക് വേണ്ടത് വിണ്ണിൻ്റെ നന്മകളാണ്. നമുക്ക് വേണ്ടത് മനുഷ്യൻ്റെ ജൽപ്പനങ്ങളും സിദ്ധാന്തങ്ങളുമല്ല, നമുക്ക് വേണ്ടത് അള്ളാഹുവിൻ്റെ വരികളാണ്. ആ വരികളാണ് ഹൃദയത്തിലേക്ക് നമ്മൾ ചേർത്തിട്ടുള്ളത്. ആ തൗഹീദിലൂടെയാണ് നമ്മൾ പോകേണ്ടത്. അള്ളാഹു അല്ലാതെ മറ്റൊന്നുമില്ലെന്ന് ആ ധാരണ നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോൾ വിശുദ്ധ ഖുർആൻ്റെ അർത്ഥതലങ്ങളിലൂടെ നമ്മൾ പോകും. അള്ളാഹു മനസ്സിലാക്കാൻ കഴിവില്ലാത്തതിനെയും നമുക്ക് മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കും. കാരണം അള്ളാഹു ഈ ശരീരത്തിനുമപ്പുറം ഒരു ഹൃദയം വെച്ചിട്ടുണ്ട്, ആ ഹൃദയത്തിനുമപ്പുറം ഒരു ആത്മാവ് വെച്ചിട്ടുണ്ട്. ആ ആത്മാവ് സഞ്ചരിക്കുന്നത് പ്രകാശത്താലായിരിക്കും. അഥവാ ഖുർആൻ പഠിതാക്കളുടെ, ഖുർആനുമായി ജീവിച്ചവരുടെ പ്രകാശത്താലുള്ള ആത്മാവായത് അള്ളാഹുവിലേക്ക് ചേരുമെന്നും അല്ലാത്തത് പുകമറ പോലെ അള്ളാഹു ദൂരേക്ക് വലിച്ചെറിയുമെന്നും ആത്മാവിനെക്കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. ആ ആത്മാവ് ശക്തിപ്പെടുത്താനാണ് തൗഹീദിലൂടെ ജീവിക്കണമെന്ന് നമ്മളോട് പറയുന്നത്. ആ തൗഹീദാണ് പ്രാമുഖ്യം. അതിനു വേണ്ടിയിട്ടാണ് വിശുദ്ധ ഖുർആൻ നമ്മൾ പഠിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ നിന്നും വസ്തുക്കളെയും വ്യക്തികളെയും ശക്തികളെയും അവസ്ഥകളെയും എല്ലാം മാറ്റിമറിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് മാത്രം അടുക്കുന്നൊരവസ്ഥയുണ്ടാകണം. വ്യക്തികളെന്ന് പറഞ്ഞാൽ ചെറിയ അണു മുതൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമ വരെ ജീവനുള്ള എന്തൊക്കെയുണ്ടോ അതെല്ലാം വ്യക്തികളാണ്. എല്ലാറ്റിനെയും മാറ്റി നിർത്താൻ പറ്റണം. ഇവൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമ പോലും ഒരു സൃഷ്ടിയാണെന്ന ചിന്താഗതി നമുക്കുണ്ടാകണം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതുപോലെ, മാറി നിൽക്കുന്ന ഇബ്രാഹിം, നിങ്ങളും അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനാണ്, എനിക്കെൻ്റെ അള്ളാഹു മതി, ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ. സാക്ഷാൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ പോലും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മാറ്റിവെച്ചത് കൊണ്ടാണ് ഖലീൽ എന്ന പ്രയോഗത്തിലൂടെ കടന്നു പോയത്. അതുകൊണ്ട് വ്യക്തികളെ നമുക്ക് മാറ്റി നിർത്താം, എല്ലാവരെയും നമുക്ക് ആദരിക്കാം, ബഹുമാനിക്കാം. ഉള്ളിലൊരു സ്ഥാനവും നമ്മൾ കൊടുക്കാൻ പാടില്ല. ശക്തികളെന്ന് പറയുമ്പോൾ മണ്ണ് ശക്തിയാണ്, വായു ശക്തിയാണ്, അഗ്നി ശക്തിയാണ്. ഈ കാണുന്ന പ്രപഞ്ചത്തിലെ മറ്റു പല കാര്യങ്ങളും ശക്തികളാണ്. ആ ശക്തിയിൽ നിന്നുണ്ടാകുന്ന ശക്തികൾക്ക് ഒരു ശക്തിയുമില്ലെന്ന വിശ്വാസമാണ് തൗഹീദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
പിന്നെ വ്യക്തികളും വസ്തുക്കളാണ് പിന്നെയുള്ളത്. ആകാശം ഒരു വസ്തുവാണ്, ഈ മൈക്ക് ഒരു വസ്തുവാണ്, എല്ലാ സിസ്റ്റങ്ങളും വസ്തുക്കളാണ്. ആ വസ്തുക്കൾക്കും ജീവനില്ലാത്തവർക്കും ഒരു ജീവനില്ലെന്നും ജീവനുള്ളതിനും അള്ളാഹു കൊടുത്ത് ജീവനെ ഉള്ളൂ എന്ന ചിന്തയാണ്. ഇതേപോലെ അവസ്ഥകളാണ്, സന്തോഷമുള്ള അവസ്ഥ, ദുഃഖമുള്ള അവസ്ഥ, സൈന്യമുള്ള അവസ്ഥ, ഭരണമുള്ള അവസ്ഥ. ഒരവസ്ഥക്കും ഒരു ശേഷിയില്ലെന്ന ശക്തിയുണ്ടാകുമ്പോഴാണ് നമ്മളും അള്ളാഹുവിൻ്റെ സ്നേഹനിധിയായി മാറുന്നത്. ആ തൗഹീദ് നമ്മളെ പഠിപ്പിച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1400 കൊല്ലം മുമ്പ് ഇറക്കപ്പെട്ട് ഖുർആൻ എന്ന് പറയുന്നതെങ്കിലും അത് നമുക്ക് ഇറങ്ങിയതിൻ്റെതാണ്. അതിന് മുമ്പേ കുറേ ഇറങ്ങിയിട്ടുണ്ട്, അതെല്ലാം ഈ ഖുർആനിൽ ഇൻക്ലൂഡഡ് ആണ്. അതിനു മുമ്പേ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്, അതെല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. പ്രപഞ്ചമുണ്ടാകുന്നതിന് മുമ്പേ വിശുദ്ധ ഖുർആന്റെ എല്ലാ വരികളും ലൗഹുൽ മഹ്ഫൂദിൽ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ പ്രപഞ്ചത്തിലെ ഓരോ സൃഷ്ടികളും വന്ന് ചരിത്രങ്ങളുണ്ടായി, ചരിത്രത്തിൻ്റെ ഭാഗധേയങ്ങളുണ്ടായി. അവസാനത്തെ ഒഴുക്ക് പോലെ അത് തുടർന്നു പോകും. അത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചത്. ഇവരിവിടെ ഓതുമ്പോൾ നമ്മൾ അവിടെ ഇരുന്നിട്ട് ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലൊരു തീരുമാനമുണ്ടാകണം, ഇതേപോലെ നമുക്കും പഠിക്കണമെന്ന്. ഇവിടെ 69 വയസ്സുകാരി അല്ലെങ്കിൽ 67 വയസ്സുകാരി ഇവിടുന്ന് അവസാനത്തെ ആയത്ത് അവർ പഠിച്ചതിൻ്റെ അവസാനത്തെ ആയത്ത് ഖുർആനിലെ അവർ ഓതി തീരേണ്ടതിൻ്റെ അവസാനത്തെ ആയത്ത് പൂർത്തിയാക്കുമ്പോൾ അതേപോലെ നമുക്കും സാധിക്കുമെന്ന ചിന്തയാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്. 10 വയസ്സായ കുട്ടികൾ ഇവിടുന്ന് ഓതുമ്പോൾ നമുക്കും ഇതുപോലെ മക്കളും പേരക്കുട്ടികളുണ്ടല്ലോ പടച്ചോനെ, അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവരെ പഠിപ്പിക്കണമല്ലോ എന്ന ചിന്തയാണ് കാണുന്ന നമുക്കും ഉണ്ടാകേണ്ടത്. ഒരിക്കലും ഉണ്ടായതിൽ നമ്മൾ അഭിരമിക്കേണ്ടതില്ല. ഇനി എന്തൊക്കെ നടപ്പിലാക്കുമെന്ന് ചിന്തിക്കണം നമ്മൾ. വലിയ ദൗത്യത്തിലൂടെ മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ.